നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പുലിയല്ല പുപ്പുലിയാണ്. ഇന്നലെ നടത്തിയ കന്നിപ്രസംഗം ആരെയും ആകർഷിക്കുന്നത്. ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നടത്തിയത് ഒരു തകർപ്പൻ പ്രസംഗം. ഭരണപക്ഷത്തെ കുത്തിക്കീറുന്ന വാക്കുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചത്. പലതും പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പൊള്ളത്തരം സമൂഹ മനസ്സാക്ഷിക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നിയമസഭയിൽ തിളങ്ങി. നിയമസഭയിൽ ഇനിയുള്ള ദിവസങ്ങൾ തൻ്റേതുകൂടിയായിരിക്കും എന്നുറപ്പിക്കുന്നതായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസംഗം. പ്രതിപക്ഷ നിരയിൽ ഇത് ആവേശം നിറച്ചു. മറുവശത്ത് ഭയവും ഭീതിയുമൊക്കെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിക്കുമ്പോൾ ഭരണകക്ഷിയിലെ പലരും നെറ്റിച്ചുളിക്കുന്നു. ഇവനാണ് ആൺകുട്ടിയെന്ന് പ്രതിപക്ഷം. പാലക്കാട് നെല്ലിൽ വെള്ളത്തിന് പകരം കള്ളൊഴിച്ചാൽ മതിയെന്നാണോ സർക്കാരിൻ്റെ നിലപാട്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ കത്തിക്കയറിയപ്പോൾ ഉത്തരം മുട്ടിയത് പിണറായി വിജയന് മാത്രമല്ല, ഭരണപക്ഷി ബെഞ്ചുകളിൽ നിശബ്ദത പടർന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ നന്ദി പ്രസംഗത്തിൽ പങ്കുചേരുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്നവരാണ് പാലക്കാട്ടുകാർ, അതോർമ്മ വേണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച പണത്തിന്റെ ഉപകാര സ്മരണയാണ് ഒയാസിസ് കമ്പനിയെ സർക്കാർ അവിടേക്ക് അയച്ചിരിക്കുന്നത്. ഓരോ വാക്കുകൾക്കും 1000 ശക്തി. എന്തായി സാർ ആ നീലപ്പെട്ടി അന്വേഷണം? അവിടെ പെട്ടിയിൽ കള്ളപ്പണം കടത്തുകയാണ് എന്ന് 1 ഡസൻ മന്ത്രിമാരല്ലേ ആരോപണം ഉന്നയിച്ചത്? സംഭവം നടന്ന് 2 മാസം കഴിഞ്ഞിട്ടും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. സിനിമയിൽ ശ്രീനിവാസൻ തിലകരോട് പറയുന്നു, നമ്മുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെയാണ്. പാലക്കാട് മന്ത്രി MP രാജേഷിന്റെയും BJP നേതാവ് VV രാജേഷിന്റെയും ശബ്ദം ഒരുപോലെയായിരുന്നില്ല, ഒന്നു തന്നെയായിരുന്നു. പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയതയാണ് CPM കാട്ടുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റ് പതിപ്പാണ് പാലക്കാട് ഏതാനും പത്രങ്ങൾക്ക് നൽകിയത്. സന്ദീപ് വാര്യർ BJP വിട്ടപ്പോൾ കൂട്ടക്കരച്ചിലുയർന്നത് AKG സെന്ററിൽ. ലോക്സഭയിലേക്ക് മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ CPMന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു A വിജയരാഘവൻ. CPM അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ A വിജയരാഘവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമായിരുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ പ്രധാനമന്ത്രി പദം നഷ്ടമായ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കുകയാണ്. ഇതിൽ പരം എന്ത് വിശേഷണമാണ് വിജയരാഘവനും CPMനുമൊക്കെ നൽകാനുള്ളത്? അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തീപാറുന്ന വാക്കുകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു ശൈലിയുണ്ട്. അതേ ശൈലി തന്നെയാണ് അദ്ദേഹം നിയമസഭയിലും പുറത്തെടുത്തിരിക്കുന്നത്. ഓരോ വാക്കുകളിലും കടന്നാക്രമിക്കുന്ന ശൈലി. ആക്രമണം മാത്രമല്ല, പരിഹാസത്തിലൂടെയും എതിരാളിയെ തകർക്കുന്ന ഒരു പ്രസംഗ ശൈലിക്കുടമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വർഗീയതയെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയതിൽ തികഞ്ഞ അഭിമാനബോധമുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കത്തിൽ പറഞ്ഞു. താൻ തോൽപ്പിച്ചത് സംഘപരിവാറിന്റെ വർഗീയത മാത്രമല്ല, അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയെ കൂടി പരാജയപ്പെടുത്തിയാണ് താൻ ജയിച്ചു വന്നത്. BJP രണ്ടാമത് നിൽക്കുന്ന RSSന് വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ UDFനെ തോൽപ്പിക്കാൻ എല്ലാ വൃത്തികേടുകളും CPM ചെയ്തു. 1 ഡസൻ മന്ത്രിമാർ നീലപ്പെട്ടിയിൽ സ്ഥാനാർത്ഥിയായ ഞാൻ പണം കടത്തിയെന്ന് ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ച് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ഗതികേടിലാണ് ഈ സർക്കാർ. സന്ദീപ് വാര്യർ BJP വിടുമ്പോൾ മാരാർജി ഭവനിലെ കൂട്ടക്കരച്ചിൽ മനസ്സിലാക്കാം. പക്ഷേ AKG സെന്ററിൽ എന്തിനാണ് കൂട്ടക്കരച്ചിൽ? ഇത്തരം പരിഹാസങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ കഴിയൂ. LDF ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഉത്തരവാദികളാണ്. കാരണം എല്ലാ ജനങ്ങളും LDFനെതിരാണ്. തന്നെ വരത്തൻ എന്ന് വിളിച്ച AK ബാലൻ കോഴിക്കോട് നാദാപുരംകാരൻ. അദ്ദേഹം ഒറ്റപ്പാലത്തും കുഴൽമന്തത്തും തരൂരും മത്സരിച്ചയാളല്ലേ? AK ബാലന്റെ ആ ശബ്ദത്തിന് കോറസ് കൊടുത്തത് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. കോഴിക്കോട്ടുകാരനായ സുരേന്ദ്രൻ കേരളത്തിൽ മത്സരിക്കാൻ ഇനി ഒരു ജില്ലയും ബാക്കിയില്ല. A റഹീമിനും വേണ്ടത് കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ A റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയതിൽ ഒരു പ്രയോജനവുമില്ല എന്ന പ്രതിനിധികളുടെ അഭിപ്രായം തന്നെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. റഹീം MP ആയതിൽ CPMന് പ്രയോജനമില്ലെങ്കിലും UDFന് വലിയ പ്രയോജനമുണ്ട്. അദ്ദേഹം പാലക്കാട് എത്തിയതുകൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാട് ജോറായി മാറിയതെന്നും രാഹുൽ പരിഹസിച്ചു. ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷത്തെ മിക്ക അംഗങ്ങളും തങ്ങളുടെ പ്രസംഗം ജീവസുറ്റതാക്കി. കടുത്ത ആക്രമണമാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിന് നേർക്ക് തൊടുത്തുവിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ആ ടീമിലെത്തിയതോടെ എല്ലാം ജോറായി എന്ന് പറഞ്ഞു വെക്കാം. MP രാജേഷ് ഏതാ, BV രാജേഷ് ഏതാ എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട്,
നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന്. എന്നാൽ പാലക്കാട്ട് വി രാജേഷിന്റെ എം പി രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ, ഒന്ന് തന്നെയായിരുന്നു സാർ ആ രാത്രി. ഇനി സന്ദീപ് വാര്യർ BJP വിടുമ്പോ മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് സാർ? അത് AKG സെന്ററിലായിരുന്നില്ല സാർ. ആ കരച്ചിലിന് വേണ്ടിയിട്ടാണ് സാർ. അപ്പോ BJP-യിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും അധികം താല്പര്യം CPM-നല്ലേ സാർ? റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സാർ. അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആദ്യത്തെ ആഴ്ച എത്താത്തപ്പോൾ എനിക്ക് വലിയ നിരാശയുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത്. ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സാർ. മഹാരഥന്മാരുടെ സ്മരണകൾ ഇരുമ്പുന്ന ജനാധിപത്യത്തിന്റെ പരമോന്നതമായ ഈ ശ്രീകോവിലിൽ എനിക്ക് സംസാരിക്കുവാൻ ഒരു അവസരമുണ്ടാക്കി തന്ന പാലക്കാടൻ ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഉയർന്ന അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ്. അത് BJP-യുടെയും സംഘപരിവാറിന്റെയും വർഗീയത മാത്രമല്ല, അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് പാലക്കാടൻ ജനത എന്നെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. BJP രണ്ടാമത് നിൽക്കുന്ന RSS-ന് വേരോട്ടമുള്ള പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ UDF-നെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സാർ ചെയ്തത്? എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം? 1 ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിലെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? ആ ആരോപണം ഉന്നയിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടിലല്ലേ സാർ നിങ്ങളുള്ളത്? ആ പാതിരാ നാടകം കേരളം കണ്ടതാണ്. ആ പാതിരാ നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സാർ? MB രാജേഷ് ഏതാ, DV രാജേഷ് ഏതാ എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന്. എന്നാൽ പാലക്കാട്ട് വി രാജേഷിന്റെ എം രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ, ഒന്ന് തന്നെയായിരുന്നു സാർ. ആ രാത്രിയിൽ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും TP ചന്ദ്രശേഖരൻ എന്ന നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തകരെ കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ എന്ത് വൃത്തികേടാണ് സർ കാണിച്ചത്? കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെ ചെറുപ്പക്കാരൻ, അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത വ്യക്തമായിരുന്നില്ലേ കാഫിർ സ്ക്രീൻഷോട്ട്? എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായി സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലേ സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ട പണി നിർത്തുമെന്ന് വിചാരിച്ചു. നിർത്തിയില്ല സാർ. ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വേർഷൻ അല്ലേ പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും സുപ്രഭാത പത്രത്തിലും കാണിച്ചത്? എന്താണ് സാർ നിങ്ങൾ ചെയ്തത്? സന്ദീപ് വാര്യർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊരു പത്രത്തിൽ പരസ്യമായി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ വർഗീയ നാവിനെ അവസാനിപ്പിക്കണ്ടേ എന്ന്. എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ അങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുത്തത്? അതേ ദിവസം തന്നെ നിങ്ങൾ പരസ്യം കൊടുത്ത മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും എന്തുകൊണ്ടാണ് സാർ ആ പരസ്യം കൊടുക്കാഞ്ഞത്? ഇനി സന്ദീപ് വാര്യർ BJP വിടുമ്പോ മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് സാർ? അത് AKG സെന്ററിലായിരുന്നില്ല സാർ. ആ കരച്ചിലിന് വേണ്ടിയിട്ടാണ് സാർ. അപ്പോ BJP-യിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും അധികം താല്പര്യം CPM-നല്ലേ സാർ? CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നല്ലോ നമ്മുടെ ശ്രീ വിജയരാഘവൻ. അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളുടെ പാർട്ടിയുടെ കീഴ്വഴക്കം അങ്ങനെയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹമായിരുന്നു. CPM അധികാരത്തിൽ വന്നാൽ വിജയരാഘവനാകുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ദൗർഭാഗ്യവശാൽ വിജയരാഘവൻ പാലക്കാട്ട് VK ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു. മാത്രമല്ല CPM-നാകെ 3 സീറ്റേ കിട്ടിയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്ക് ഒരു പ്രധാനമന്ത്രി നഷ്ടമായത്. കപ്പിനും ലിപ്പിനും ഇടയിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ആ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും തെറിവിളിച്ച് നടക്കില്ലേ സാർ? നിങ്ങൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ, ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവനും എല്ലാം നിങ്ങൾക്കെതിരാണ് സാർ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് ദരിദ്രനെന്നാണ് സാർ. കാസർഗോഡ് മത്സരിച്ച് കണ്ണൂരുകാരനായ AK ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ ദരിദ്രനല്ല സാർ. കണ്ണൂരുകാരനായ ശ്രീ EK നായനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം ദരിദ്രനല്ല സാർ. ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി ഗ്രൂപ്പിസത്തൊക്കെയാണല്ലോ സംസാരിച്ചത്. നിങ്ങൾ മാരാരിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ VS അച്യുതാനന്ദൻ
പാലക്കാട് വരുമ്പോ അദ്ദേഹം വരുത്തനല്ല സാർ. മലപ്പുറംകാരനായ EMS നമ്പൂതിരിപ്പാട് പാലക്കാട് മത്സരിക്കാൻ വരുമ്പോ അദ്ദേഹം വരുത്തനല്ല സാർ. ഇനി എന്നെ വരുത്തനെന്ന് വിളിച്ചതാരാ? ശ്രീ AK ബാലൻ. കോഴിക്കോട് നാദാപുരംകാരനായ ശ്രീ AK ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തനെന്ന് വിളിച്ചത്. ആ ബാലേട്ടന്റെ ശബ്ദം കോറസ് കൊടുത്തതാരാണ്? ശ്രീ K സുരേന്ദ്രൻ. കോഴിക്കോടുകാരനായ അദ്ദേഹം ഇനി മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല സാർ. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPMന്റെ ജില്ലാ സമ്മേളനത്തിലെ നിങ്ങളുടെ ഒരു പരാമർശം എന്നെ ഏറെ വേദനിപ്പിച്ചു. ആ പരാമർശത്തിൽ നിങ്ങൾ പറഞ്ഞത് ശ്രീ A റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് ഒരു തെറ്റായി ഒരു പ്രയോജനവുമില്ല എന്ന. ദയവ് ചെയ്ത് അങ്ങിടപെട്ടിട്ട് ആ പരാമർശം പിൻവലിക്കണം. A റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സർ. അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആദ്യത്തെ ആഴ്ച എത്താത്തപ്പോൾ എനിക്ക് വലിയ നിരാശയുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തി. അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത്. ഞങ്ങളുടെ 2 സഹപ്രവർത്തകർ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടപ്പോ അതിനകത്തെ പ്രതികളായ CPM നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമപോരാട്ടം നടത്തിയവരാണ്. ആ അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ പറയുന്നത്. ഈ പാലക്കാട്ടെ പറ്റി പറയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്ന പാലക്കാടൻ ജനത, ആ പാലക്കാടൻ ജനതയ്ക്ക് അവിടെ ജലചൂഷണത്തിന് വേണ്ടി ഒയാസിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയെ പറഞ്ഞയച്ചിരിക്കുകയാണ് സാർ. ആ കമ്പനിയെ പറഞ്ഞയച്ചിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരസ്മരണയ്ക്ക് വേണ്ടിയിട്ടാണോ? മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരവൊന്ന് വായിച്ചു നോക്കണം സാർ. ആ കമ്പനിയെ പറ്റി പാടിപ്പോറ്റുന്ന ശ്രീ MP രാജേഷിനെ കാണുമ്പോ ശ്രീ പിണറായി വിജയന് പൂവരണി നമ്പൂതിരി പോലെയാണ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ MP രാജേഷ് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാർ.